2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ച് നൽകിയ സന്ദേശം നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഒരാത്മീയ മുന്നേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന സാത്താൻ എത്ര ശക്തിയോടെ പ്രവർത്തിച്ചാലും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു ശേഷിപ്പിനെ കരുതിയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ വിധവയും 2 കുഞ്ഞുങ്ങളും ആ ഭവനത്തിലെ ഒരു ദൈവിക ശേഷിപ്പാണെന്നാണ് വിശ്വസിക്കുന്നത്. കടക്കാരൻ വന്ന് ആ കുട്ടികളെ 2 പേരെയും അടിമയാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൾ ഓടി, ആ വിധവയും കുഞ്ഞുങ്ങൾ ഓടി പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കുവാൻ ദൈവം അവൾക്ക് ചില നിർദ്ദേശങ്ങൾ പ്രവാചകനിൽ കൊണ്ട് നൽകിയെന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന സാത്താൻ നമ്മുടെ സമയമോ സാമ്പത്തികമോ ആരോഗ്യമോ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. ആ നിർദ്ദേശങ്ങളെ നാം പൂർണ്ണമായി അനുസരിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രവാചക ശിഷ്യൻ്റെ കുടുംബത്തിലെ ശേഷിപ്പായിരുന്നു ആ വിധവയും 2 കുട്ടികളും. പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഇപ്രകാരമുള്ള ദൈവിക ശേഷിപ്പുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന ദൈവജനത്തിൻ്റെ ഇടയിൽ അനുസരണക്കേട് വ്യാപകമായപ്പോൾ അവരിൽ അനേകരും മരുഭൂമിയിൽ പട്ടുപോയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ യോശുവയും കാലേബും ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പ് അവരിൽ കൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്തുവെന്ന് നമുക്ക് കാണാം. ഏലിയാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ബാലിനും മുഴങ്കാലും അടങ്ങാത്ത 7000 പേരെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഏലിയാവ് പോലും അറിയാത്ത 7000 പേര് അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവരെ അറിഞ്ഞു. തുടർന്ന് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവാലയത്തിൻ്റെ ചുവരിൽ പോലും ഇഴജാതികളുടെ ചിത്രങ്ങൾ വരയ്ക്കുകയും തമൂസ് എന്ന ദേവനെക്കുറിച്ച് അവിടെയുള്ള സ്ത്രീകൾ ദൈവാലയത്തിലിരുന്ന് കരയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തിലും ഒരു ദൈവിക ശേഷിപ്പ് ഉണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. പുതിയ നിയമത്തിലും ഇപ്രകാരമുള്ള ദൈവിക ശേഷിപ്പിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ സർദീസിലുള്ള സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് സഭയോട് പറഞ്ഞത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാവുന്നു. കർത്താവ് ഇവിടെ പറയുന്നത് സർദീസിലെ സഭയുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് ഒരു പൊതുവായ അഭിപ്രായമാണ്. എന്നാൽ യേശുക്രിസ്തു തുടർന്നും പറയുന്നത് ശ്രദ്ധിക്കുക. 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിങ്ങനെയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. സർദീസിലെ ദൈവസഭയിൽ ലോകമയത്വം പ്രവേശിച്ചെങ്കിലും ലോകത്താലുള്ള കളങ്കം ഏൽക്കാതെ വണ്ണം ദൈവവചനത്താൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച കുറേ പേർ ആ സഭയിലുണ്ടായിരുന്നു. എന്നതുപോലെ തന്നെ ലവോദിക്യ സഭയിൽ ഒരു ശേഷിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയാണ് തിരുവെഴുത്ത് അതിന് തെളിവെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞുണ്ട്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. ലവോദിക്യ സഭയിൽ ബഹുഭൂരിപക്ഷം ആളുകളും യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും കർത്താവിന് പ്രിയമുള്ള കുറേ പേര് സഭയിലുണ്ടായിരുന്നു. അവരെയാണ് എനിക്ക് പ്രിയമുള്ളവരെന്ന് കർത്താവ് പറയുന്നത്. സർദീസിലെ സഭയിൽ കർത്താവിന് കുറേ പേരുണ്ടെന്ന് കർത്താവ് പറയുന്നു. ലവോദിക്യ സഭയിലും ആത്മീയ തകർച്ചകൾ നടന്നപ്പോൾ കർത്താവിന് പ്രിയമുള്ള കുറേ പേരുണ്ടെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഈ കാലഘട്ടത്തിലൊരു ശേഷിപ്പ് കർത്താവിനുണ്ട്. ആത്മീയ മരണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ദൈവസഭകളിലും ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പ് ദൈവശബ്ദം കേൾക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മീയ സമൃദ്ധിയിൽ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലവോദിക്യ സഭയുള്ള ദൂത് മാത്രമല്ല, ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭകളുള്ള ദൈവിക ദൂതുമാണിത്. ദൈവസഭകളിലെ ദൈവിക ശേഷിപ്പ് ദൈവശബ്ദം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ആ ദൈവിക ശേഷിപ്പ് ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിലോ, കേൾക്കുന്നവർ അനുസരിപ്പാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിലോ കർത്താവ് എന്തു ചെയ്യും? കർത്താവ് തനിക്ക് ബോധിച്ചവൻ്റെ കരങ്ങളിലേക്ക് ദൈവം ഒരുക്കിയ ആത്മീയ സമൃദ്ധിയുടെ അനുഭവം പങ്കിടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നോക്കുന്നത് സഭയിലെ ആൾബലമോ പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയോ അല്ല. ദൈവം നോക്കുന്നത് അനുസരിക്കാൻ മനസ്സുള്ള വ്യക്തികളെയാണ്. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായി അനുസരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് എന്നും നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ ഒരു സഭയോടോ ഒരു രാജ്യത്തോടോ എന്നും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ആത്മീക ദാരിദ്ര്യത്തിന് അടിമപ്പെട്ടിരിക്കുന്ന സഭകൾ വാതുക്കൽ നിന്ന് മുട്ടുന്ന യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ കർത്താവ് ഒരുക്കുന്ന ഈ അത്താഴ വിരുന്ന്, ഈ ആത്മീക സമൃദ്ധിയുടെ അനുഭവം ആധുനിക ദൈവസഭകൾക്ക് പുറത്തായി കർത്താവ് തനിക്ക് ബോധിച്ചവർക്ക് നൽകും.
ലോകത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാനും നിത്യജന നിയമിക്കപ്പെട്ടിരിക്കുന്നവരെ വിടുവിച്ചു കൊണ്ടുവരുവാനും കർത്താവ് തനിക്കിത് ബോധിച്ചവരെ കരങ്ങളെടുക്കുവാനായി തീരും. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ ആധുനിക ദൈവസഭകൾക്ക് പുറത്തായി ജാതികളുടെ ഇടയിൽ നവീകരണ സഭകൾ ഉടലെടുക്കുകയും അവ അതിവേഗം വളരുകയും ചെയ്യും. നാം എത്തിയിരിക്കുന്നത് അന്ത്യകാലഘട്ടത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലാണ്. നമ്മുടെ കർത്താവിൻ്റെ ഓരോ വചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഭൂമിക്ക് അധികം ആയുസ്സില്ലെന്ന് ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ നിത്യജീവന നിയമിക്കപ്പെട്ട അനേകായിരങ്ങൾ ഇപ്പോഴും സാത്താന്യ ബന്ധനത്തിൽ കിടക്കുകയാണ്. ജീവനുള്ള ദൈവസഭയ്ക്ക് മാത്രമേ ആ ബന്ധനങ്ങളെ, ആ പൈശാചിക ബന്ധനങ്ങളെ അഴിച്ച് അവരെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. അന്ധകാരത്തിന് അടിമപ്പെട്ട പാപത്തിൽ രസിക്കുന്നവരുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം തുളച്ചു കയറേണ്ടിയിരിക്കുന്നു. ഈ വചനം കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ ജീവനുള്ള ദൈവസഭകൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ജീവനില്ലാത്ത ദൈവസഭകൾക്ക് ലോകത്തെ ജീവങ്കിലേക്ക് നേടുവാൻ കഴിയത്തില്ല. ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നവർ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അങ്ങനെയുള്ളവരിൽ നിന്ന് എടുത്ത് അതിന് ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കുമെന്ന് മത്തായി സുവിശേഷം 21-43 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ സഭ ചൂടിനാൽ തിളച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സഭ തണുപ്പിനാൽ ഉറഞ്ഞിരിക്കണം. രണ്ടുമല്ലാത്ത നിലയിലാകുമ്പോഴാണ് ശുദ്ധിമാന്മാർ പുറത്തു പോകുന്നത്. ഇംഗ്ലണ്ടിലെ എപ്പിസ്കോപ്പൽ സഭയിൽ നിന്നും ജോൺ വെസ്ലിയും മെത്തഡിസ്റ്റ് സഭയിൽ നിന്നും വില്യം ബൂത്തും പുറത്തിറങ്ങാൻ കാരണമതായിരുന്നു. പാളയത്തിനുള്ളിലെ അശുദ്ധി നിമിത്തം ദൈവസാന്നിധ്യം പാളയം വിട്ട് പുറത്തു പോകുന്നുവെങ്കിൽ ദൈവസാന്നിധ്യത്തെ മടക്കി വരുത്തുവാൻ ഒന്നുകിൽ പാളയത്തെ ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുള്ളവനെല്ലാം പാളയം വിട്ട് പുറത്തു വരണം. ദൈവാത്മാവിനാൽ വല്ല വിധേനയും ദൈവരാജ്യത്തിൽ എത്തണമെന്നുള്ള ദർശനമുള്ളവർ ദർശനം നഷ്ടപ്പെട്ടവയിൽ ഒരിക്കലും തുടരരുത്. നിങ്ങൾ ആത്മാവിനെ അനുസരിക്കുന്ന വ്യക്തിയെങ്കിൽ കെട്ടുറപ്പോ പഴക്കമോ മനുഷ്യൻ പറയുന്ന ശ്രേഷ്ഠതയ്ക്കോ പ്രാധാന്യം നൽകാതെ ദൈവശബ്ദത്തിന് തന്നെ, ദൈവ സാന്നിധ്യത്തിന് തന്നെ പ്രാധാന്യം നൽകുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവശബ്ദത്തിന് പ്രാധാന്യം നൽകുക, അകലേണ്ടതിനോട് അകലുക, അടുക്കേണ്ടതിനോട് അടുക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ.